നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഷുഗർ ബോംബിനെ കുറിച്ചാണ്. ഷുഗർ ബോംബ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ പെട്ടെന്ന് കൂടുന്നുണ്ട്. അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഷുഗർ ബോംബ്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ പഴങ്ങളാണ് ഇതുപോലെ ഷുഗർ ബോംബ്സ് ആയിട്ട് വരുന്നത്. മെയിനായിട്ട് 3 പഴങ്ങളാണ് ഷുഗർ ബോംബ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. അതിൽ നമ്മൾ ആദ്യത്തേത് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാമ്പഴമാണ്. പഴുത്ത മാമ്പഴം പെട്ടെന്ന് ഷുഗർ കൂട്ടുന്ന സാധനമാണ്. അതുകൊണ്ട് നമ്മൾ പരമാവധി പഴുത്ത മാമ്പഴങ്ങൾ ഒഴിവാക്കുക. രണ്ടാമതായി നമ്മൾ പഴമാണ്. പഴത്തിൽ ചെറുപഴം, കദളിപ്പഴം, നേന്ത്രപ്പഴം, ഈ പഴങ്ങളൊക്കെ പെട്ടെന്ന് ഷുഗർ ബ്ലഡിൽ കൂട്ടാൻ സാധ്യതയുള്ള, നിങ്ങൾക്ക് പഴം കഴിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കുറച്ചും കൂടി സേഫായിട്ട് അല്ലെങ്കിൽ ഷുഗറിൻ്റെ ലെവൽ അധികം കൂട്ടാത്തത് നമ്മുടെ റോബസ്റ്റ് പഴമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മൂന്നാമത്തത് നമ്മുടെ ചക്കപ്പഴമാണ്. നിങ്ങൾക്കറിയാം, മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണ് ചക്കപ്പഴം. പക്ഷേ അത് വളരെയധികം ഗ്ലൈസിമിക് ഇൻഡെക്സ് അഥവാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂട്ടാനുള്ള കഴിവുള്ള ഒരു ഫ്രൂട്ട്സാണ് ചക്കപ്പഴം എന്നത്. ചക്ക പരമാവധി പ്രമേഹ രോഗികൾ ഒഴിവാക്കുന്നത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. നമ്മൾ എല്ലാവരും ചോദിക്കും, അപ്പോൾ നമ്മളിപ്പോൾ പഴമൊന്നും കഴിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് പ്രമേഹ രോഗികൾക്ക് വളരെ സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന, അതായത് ഷുഗർ അധികം കൂടാത്ത കുറച്ച് പഴങ്ങൾ ഉണ്ട്. അതിൽ മെയിനായിട്ട് 3 എണ്ണമാണുള്ളത്. 1 അനാറ്, 2 പേരക്ക, 3 സിട്രസ് ഫ്രൂട്ടുകൾ. ഇതിൻ്റെ കൂടെ നമുക്ക് സ്ട്രോബെറീസും മറ്റ് ക്രാൻബെറി, മറ്റ് ബെറികളും ബ്ലൂബെറീസ് അതുപോലത്തെ ബെറീസും നമുക്ക് വളരെ സേഫായിട്ട് പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാം. കാരണം ഈ പറഞ്ഞ ഫ്രൂട്ട്സിനൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഷുഗർ വല്ലാതെ ഷൂട്ടാവില്ല അല്ലെങ്കിൽ കൂടുതലാവില്ല. അപ്പോൾ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ 3 ഷുഗർ ബോംബുകളെ നിങ്ങൾ പ്രമേഹ രോഗികൾ പരമാവധി ഒഴിവാക്കുക. താങ്ക് യു.